നമസ്കാരം. റോബിൻഹുഡ് സിനിമകളിൽ കമ്പം കയറിയാണ് താൻ മോഷണത്തിലേക്ക് തിരിഞ്ഞതെന്ന് മുഹമ്മദ് ഇർഫാൻ എന്ന മോഷ്ടാവ് ഒരിക്കൽ പോലീസിനോട് പറഞ്ഞിരുന്നു. പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടികളുടെ കല്യാണം, കോൺക്രീറ്റ് റോഡുകളുടെ നിർമ്മാണം എന്നിവയ്ക്കെല്ലാം മോഷണത്തിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിക്കുന്ന അഭിനവ റോബിൻഹുഡ് കൊച്ചിയിൽ കുടുങ്ങിയത് CCTV ദൃശ്യങ്ങൾ ചതിച്ചതോടെയാണ്. ചില്ലറ ദൂരമല്ല മുഹമ്മദ് ഇർഫാൻ കാറോടിച്ചെത്തിയത്. ബീഹാറിലെ സീതാമഢി എന്ന പട്ടണത്തിൽ നിന്ന് കൊച്ചി പനമ്പള്ളി നഗറിലേക്ക് 2702 കിലോമീറ്റർ ദൂരമുണ്ട്. കാറിലെത്താൻ വേണ്ടത് 54 മണിക്കൂർ. ഇത്രയും ദൂരം കാറോടിച്ചെത്തിയത് ഇന്റർനെറ്റിൽ പ്രദേശം പരിധി പോഷ് ഏരിയ ആണെന്ന് മനസ്സിലാക്കിയാണ്. ഇർഫാൻ കൊച്ചി തെരഞ്ഞെടുത്തത് കേരളത്തിലെ സാമ്പത്തികമായി മുൻനിരയിലുള്ള നഗരമായതിനാലാകാമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ S. ശ്യാംസുന്ദർ പറയുന്നത്. കേരളത്തിലേക്ക് വരും മുൻപ് കൊച്ചിയിലെ ആഡംബര സ്ഥലങ്ങളെക്കുറിച്ച് ഇയാൾ ഗൂഗിളിൽ തിരഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. സാധാരണഗതിയിൽ ഒരാഴ്ച വരെ സ്ഥലത്ത് തങ്ങിയ ശേഷമായിരിക്കും വീട് കണ്ടെത്തുക. ഇത്തവണ അത്രയും ക്ഷമയുണ്ടായില്ല. സംവിധായകൻ ജോഷിയുടെ വീട് കണ്ടപ്പോൾ സാഹചര്യം അനുകൂലമാണെന്ന് തോന്നി. മതിൽ ചാടി ഉള്ളിലെത്തി. മതിൽ ചാടിയ വിധമൊക്കെ ഇർഫാൻ പോലീസിന് കാട്ടിക്കൊടുത്തു. വീട്ടിൽ ആളുള്ളതൊന്നും ഇർഫാന് പ്രശ്നമല്ല. മൂർച്ചയേറിയ ഉപകരണം ഉപയോഗിച്ച് അടുക്കള ജനലിൻ്റെയോ വാതിലിൻ്റെയോ പൂട്ടുപൊളിച്ച് ഉള്ളിലെത്തി മോഷണം നടത്തും. ആഭരണങ്ങളാണ് കൂടുതൽ പ്രിയം. അരമണിക്കൂറിൽ താഴെ സമയം കൊണ്ട് എത്ര സുരക്ഷയുള്ള ലോക്കറും തകർത്ത് ആഭരണങ്ങളുമായി ഇർഫാൻ സ്ഥലം വിടും. സംവിധായകൻ ജോഷിയുടെ വീട്ടിലും ഏതാണ്ട് അരമണിക്കൂറേ ഇർഫാൻ ചെലവഴിച്ചുള്ളൂ. ജോഷിയുടെ വീട്ടിൽ മോഷണത്തിന് ഇർഫാൻ ഉപയോഗിച്ചത് ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രമാണ്. ശനിയാഴ്ച വെളുപ്പിന് 2:30 മണിയോടെയാണ് ജോഷിയുടെ പനമ്പള്ളി നഗറിലുള്ള വീട്ടിൽ മോഷണം നടന്നത്. 1.2 കോടി രൂപയുടെ സ്വർണ്ണ വജ്രാഭരണങ്ങളാണ് മോഷണം പോയത്. സ്വർണം കൊണ്ടുപോയത് ജോഷിയുടെ മകൻ്റെ ഭാര്യയുടെ പെട്ടിയിലാക്കി. സ്വർണം സൂക്ഷിച്ചിരുന്ന ലോക്കർ പൂട്ടിയിരുന്നില്ല എന്നാണ് തങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് കമ്മീഷണർ പറഞ്ഞു. ഈ പ്രദേശത്ത് തന്നെ 3 വീടുകളിൽ കൂടി മോഷണത്തിനായി ശ്രമിച്ചെങ്കിലും നടന്നില്ല. സാമ്പത്തികമായി മുന്നാക്കം നിൽക്കുന്നവർ താമസിക്കുന്ന മേഖല എന്നതുകൊണ്ടാവാം പനമ്പള്ളി നഗർ തെരഞ്ഞെടുത്തത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് എന്നും കമ്മീഷണർ പറയുന്നു. 3 മണിയോടെ ഒരാൾ കാറിൽ കയറുന്നതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചതാണ് കേസിൽ നിർണായകമായത്. വിശന്നിരുന്ന് മോഷ്ടിക്കാനൊന്നും ബീഹാറി റോബിൻഹുഡിനെ കിട്ടില്ല. പനമ്പള്ളി നഗറിലെ തലപ്പാക്കട്ടി ബിരിയാണി ഹൗസിൽ നിന്ന് മട്ടൻ ബിരിയാണി കഴിച്ച ശേഷമാണ് മുഹമ്മദ് ഇർഫാൻ സമ്പന്നരുടെ വീട് തേടി ഇറങ്ങിയത്. തെളിവെടുപ്പിന്റെ ഭാഗമായി ബിരിയാണി ഹൗസിൽ എത്തിച്ചപ്പോൾ താനിരുന്ന സീറ്റും ഓർഡർ എടുത്ത ആൾക്കാരെയുമൊക്കെ പോലീസിന് ഇർഫാൻ കാട്ടിക്കൊടുത്തു. മട്ടൻ ബിരിയാണിക്ക് 300 രൂപ ബില്ലായെന്നും ക്യാഷ് ആയിട്ടാണ് കൊടുത്തത് എന്നും പറഞ്ഞു. ഗൂഗിൾ പേയിലാണ് പണം തന്നത് എന്ന് വെയിറ്റർ സംഗീത തർക്കിച്ചെങ്കിലും ഇർഫാൻ സമ്മതിച്ചില്ല. തനിക്ക് ഗൂഗിൾ പേ ഇല്ലെന്നും CCTV നോക്കാമെന്നുമായി ഇർഫാൻ. എന്തായാലും ബിരിയാണി തട്ടിയ ഇർഫാൻ 300 രൂപയ്ക്ക് പകരം ചില്ലറ തുകയല്ല തട്ടിയെടുത്ത് രക്ഷപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രി 7 മണിയോടെയാണ് ഇർഫാൻ പനമ്പള്ളി നഗറിലെത്തിയത്. കാർ റോഡരികിൽ പാർക്ക് ചെയ്ത ശേഷം പരിസരം നിരീക്ഷിക്കാൻ ഇറങ്ങി. ചിലരോടൊക്കെ സ്ഥലത്തെ സമ്പന്നർ താമസിക്കുന്ന ഏരിയ തന്ത്രത്തിൽ ചോദിച്ച് മനസ്സിലാക്കി. 9 മണിയോടെ തിരിച്ചെത്തി. 11 മണിവരെ കാറിനുള്ളിൽ ആളുകൾ ഉറങ്ങാൻ കാത്തിരുന്നു. 1:30 മണിയോടെ മോഷണത്തിന് ഇറങ്ങി. 3 വീടുകളിൽ പഠിച്ച പണി 18 നോക്കിയിട്ടും വാതിലോ ജനലോ തുറക്കാനായില്ല. ആദ്യം മുത്തൂറ്റ് ജോർജ് അലക്സാണ്ടറിൻ്റെ വീടിൻ്റെ മതിൽ ചാടി അകത്ത് കയറി. ആൾതാമസമില്ലാത്ത അവിടെ ജനലുകൾക്ക് ഗ്രിൽ ഉണ്ടായിരുന്നത് തടസ്സമായി. തൊട്ടടുത്ത മതിലിനുള്ളിൽ ഡോക്ടർ ജോജി ജോൺ വർക്കിയുടെ തുണ്ടിപ്പറമ്പിൽ വീട്ടിലേക്ക് കയറിയെങ്കിലും ഫലം കണ്ടില്ല. ജോഷിയുടെ വീടിനോട് ചേർന്നുള്ള ജോയ്സി അഗസ്റ്റിൻ്റെ വീട്ടിലും അകത്ത് കയറാൻ പഴുത് കിട്ടിയില്ല. പിന്നീടാണ് ജോഷിയുടെ വീട്ടിലെത്തിയത്. ഇവിടുത്തെ അടുക്കള ഭാഗത്തെ ജനാല അഴിയില്ലാത്തതും എളുപ്പം പൊളിക്കാൻ പറ്റുന്നതുമായിരുന്നു. വെറുമൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ടാണ് ഇർഫാൻ ജനൽപാളി പൊളിച്ചെടുത്തത്. ജോഷിയുടെ മകനും സംവിധായകനുമായ അഭിലാഷ് ജോഷിയുടെ മുറിയും അതിലെ ലോക്കറും തുറന്ന നിലയിലായിരുന്നു. ഇത് ഇർഫാന്റെ പണി എളുപ്പമാക്കി. അഭിലാഷ് വീട്ടിൽ ഇല്ലാതിരുന്നതിനാൽ വർഷയും ഭാര്യയും കുട്ടികളും മറ്റൊരു മുറിയിലാണ് കിടന്നത്. ഇത് തുറക്കാനായി ആദ്യ ശ്രമം. പക്ഷേ അകത്തുനിന്ന് പൂട്ടിയ നിലയിൽ ആയിരുന്നതിനാൽ തുറന്നിട്ട മുറിയിലേക്ക് കയറി. ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന വീട്ടിലെ ലോക്കർ പൂട്ടാതിരുന്നതും ഇർഫാന് കാര്യങ്ങൾ എളുപ്പമാക്കി. പോലീസിനെ വഴിതെറ്റിക്കാൻ മുഹമ്മദ് ഇർഫാൻ വേഷം മാറലും പരീക്ഷിച്ചു. മോഷണത്തിനായി കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ധരിച്ചിരുന്നത് വെളുത്ത ടീഷർട്ടാണ്. ഇത് ഊരിവെച്ച് ഉള്ളിലെ മെറൂൺ ടീഷർട്ടുമായി മോഷ്ടിക്കാൻ കണ്ടുവച്ച വീട്ടിലേക്ക് കയറി. ജോഷിയുടെ വീട്ടിലെ CCTVയിൽ ടീഷർട്ടിൻ്റെ നിറം വ്യക്തമായിരുന്നു. ബാഗിൽ ആഭരണങ്ങളുമായി തിരിച്ചിറങ്ങി കാറിൽ കയറുന്നത് വെളുത്ത നിറത്തിലുള്ള ടീഷർട്ട് ഇട്ടും. ക്രോസ് റോഡുകളിൽ ഒന്നിൽ നിന്ന് കിട്ടിയ CCTV ദൃശ്യത്തിൽ വെളുത്ത ടീഷർട്ടിട്ട് വരുന്നയാൾ മെയിൻ റോഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറ് റിമോട്ട് ഉപയോഗിച്ച് തുറന്നതിന് ശേഷം അകത്ത് കയറിയ ടീഷർട്ട് ആശയക്കുഴപ്പമുണ്ടാക്കി. എന്തായാലും ജോഷിയുടെ മകനും സംവിധായകനുമായ അഭിലാഷ് ജോഷിയുടെ ഭാര്യ വർഷയുടെ മൊഴി പോലീസിന്റെ ആശയക്കുഴപ്പം മാറ്റി. CCTV ദൃശ്യത്തിൽ കണ്ടത് തൻ്റെ ബാഗാണെന്ന് വർഷ ഉറപ്പിച്ചു പറഞ്ഞു. പനമ്പള്ളി നഗർ ക്രോസ് റോഡ് തുടങ്ങുന്നതിന് ഇടതുഭാഗത്തുള്ള ചെറുതാഴൂർ എന്ന വീട്ടിലെ CCTVയിലാണ് മോഷണം നടത്തി മടങ്ങിയ ഇർഫാൻ കുടുങ്ങിയത്.